എവിടെ നിന്നൊക്കെയാണ് പാകിസ്ഥാൻ ഊക്ക് കിട്ടുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലാവണില്ല. സാധാരണ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നാണ് ഏറ്റവും അധികം ഊക്ക് കിട്ടാറ് പാകിസ്ഥാൻ ക്രിക്കറ്റിന്. ഇതാ ഇപ്പോ ഇംഗ്ലണ്ട് താരങ്ങളിൽ നിന്ന് ഇതിലും വലിയൊരു ഊക്ക് ഇനി കിട്ടാനില്ല. അതാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റൊന്നല്ല, ആദ്യ ഇന്നിങ്സിൽ ഇപ്പൊ ഒരു ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാകിസ്ഥാനും ഇംഗ്ലണ്ടിനും തമ്മിൽ. അതിൽ ആദ്യ ഇന്നിങ്സിൽ പാകിസ്ഥാൻ ഓൾ ഔട്ട് ആയിരുന്നു. 5 വിക്കറ്റ് വീതം എടുത്തുകൊണ്ട് ജോഷ് ടങ്കും ഒലി റോബിൻസണും വിക്കറ്റ് ഷെയർ ചെയ്യാണ് ചെയ്തത്. മറ്റൊരു ബോളേഴ്സിന് വിക്കറ്റ് കിട്ടിയിട്ടില്ല. രണ്ടുപേരും കൂടിയാണ് 10 വിക്കറ്റ് ഷെയർ ചെയ്തെടുത്തത്. സോ നമുക്കറിയാം 5 വിക്കറ്റ് നേട്ടം കൊയ്ത് കഴിഞ്ഞ ഒരു ആചാരമുണ്ട്. ബോള് ആ മാച്ചിൽ ആ ഇന്നിങ്സിൽ എറിഞ്ഞ ബോള് ആ പ്ലെയർക്ക് കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കാം. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാം, സ്വന്തമായി എടുക്കാവുന്ന ഒരു റൂളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ രണ്ടുപേർക്ക് 5 വിക്കറ്റ് എന്ത് ചെയ്യും? അവരാകെ കൺഫ്യൂഷനിലായി. അപ്പോഴാണ് ഇതിലും വലിയൊരു നാണക്കേട് ഇനി പാകിസ്ഥാന് ഫേസ് ചെയ്യേണ്ടി വരില്ല. അത്രയും വലിയൊരു നാണക്കേടിലേക്കാണ് പാകിസ്ഥാൻ പോയത്. എന്താണെന്നല്ലേ, ഇരുവരും ചെയ്തത് ഒരു കൗതുകകരമായ കാര്യമാണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഒലി റോബിൻസണും ജോഷ് ടങ്കും കൂടി ആ ബോളിനെ അങ്ങ് മുറിച്ച് 2 ആക്കി. എന്നിട്ട് ഒരു പങ്ക് ജോഷ് ടങ്ക് കയ്യിലും വെച്ചു, ഒരു പങ്ക് ഒലി റോബിൻസന്റെ കയ്യിലും കൊടുത്തു. ഇരുവരും പകുതി ബോള് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇതിലും വലിയൊരു അപമാനം ഇനി പാകിസ്ഥാൻ നേരിടാല്. ബാറ്റ് ഓൾ ഔട്ട് ആയി ചെയ്ത ആ ബോള് മുറിച്ച് എതിർ ടീം ബോളേഴ്സ് കൊണ്ടുവന്ന് പറയുമ്പോൾ ഇതിലും വലിയൊരു നാണക്കേടിഞ്ഞ് പാകിസ്ഥാന് കിട്ടാല്ലേ. എല്ലായിടത്തും നോക്ക്, ഇന്ത്യൻ ക്രിക്കറ്റ് നോക്ക്, ICC നോക്ക്, ഇതിപ്പോ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരങ്ങളിൽ നിന്നും നോക്ക്. എന്താ ചെയ്യാല്ലേ, പാകിസ്ഥാൻ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഊക്ക് കിട്ടി തീരുകയെ തന്നെ ചെയ്യുള്ള ഒരു ജീവിതം കൺഫേം ആണ്.